ഗൈസ്, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത് ഇതാണ്. ഇതാ ബാൽക്കണി. ഇവിടെ നല്ല വ്യൂ ഒന്ന് നോക്കിയാൽ അടിപൊളിയല്ലേ. ഇത് ക്രിസ്മസിന് പണ്ടെങ്ങാനും തൂക്കിയിട്ടതാവാം, പക്ഷെ നല്ല അടിപൊളി വ്യൂ അല്ലേ. അപ്പോൾ എന്തായാലും ഈ ഒരു മഴയത്ത് ഇങ്ങനൊരു വ്യൂ എടുക്കാൻ പറ്റാൻ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഒരു ഒരു പ്രത്യേക അനുഭൂതിയില്ലേ ഈ ഒരു മഴ. ഇവിടെ അമ്മച്ചി എപ്പോഴും അമ്മച്ചി വളർത്തുന്ന ചെടികളെ പറ്റിയും അതേപോലെ തന്നെ അമ്മച്ചിയുടെ കലാവിരുതുകളെ പറ്റിയും പൂക്കളെ പറ്റിയും ഒക്കെ പറയുമ്പോൾ ആ ഒരു ഫീല് ഇങ്ങനെ നേരിട്ട് മഴയത്ത് ഇവിടുന്ന് ഇങ്ങനെ നോക്കിക്കാണുമ്പോൾ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു പ്രത്യേക കാര്യമല്ലേ. അതെങ്ങനെ പറയുക, അതിനെ എക്സ്പ്രസ് ചെയ്യാൻ വാക്കുകൾ കിട്ടുന്നില്ല. ഈ മഴയത്ത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ? ഇത്ര 2 ചുവർ ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല എനിക്കിങ്ങനെ എൻ്റെ ഭാവിയുടെ വീട്ടിൽ 10 വർഷത്തിൽ കൂടുതൽ കഴിഞ്ഞിട്ട് ഇങ്ങനൊരു ആംബിയൻസിൽ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ പറ്റുമോ. ഇത് ഞാൻ ആഗ്രഹിച്ചെടുക്കുന്നിരിക്കുകയാണ് കേട്ടോ. കാരണം രാത്രി ഞാൻ ഉറങ്ങുന്നത് താഴെയാണ്. ഇന്നലെയൊക്കെ ആകെ ഞാൻ ഉച്ച സമയത്ത് ഇവിടെ നിന്ന് കയറി വന്നു. പിന്നെ ഞാൻ കയറി വരുന്നത് വൈകുന്നേരം സന്ധ്യയ്ക്കൊക്കെയാണ്. സന്ധ്യയ്ക്ക് മാവിയും അമ്മയും താഴെ ഇരുന്ന് കുറേ സമയം സംസാരിച്ചു, രാത്രി വൈകുവോളം. അതായത് മൂവന്തിയായി രാത്രി സമയമായപ്പോഴത്തേക്ക് അവർ പതുക്കെ കയറി. അപ്പോൾ അതുവരെയും അവർ വർത്താനമാണ്. അപ്പോൾ അപ്പോഴത്തെ ഞാൻ ഈ മുറിയിലായിരുന്നു. ഇവരെയാണ് അപ്പച്ചൻ അമ്മച്ച ആരെ കിടക്കണമെന്ന് പറഞ്ഞ് അപ്പുറത്ത് ഇവിടെ അമ്മച്ചാൻ അപ്പച്ചൻ അങ്ങനെ ആയിരിക്കും സ്വാഭാവികം. അപ്പച്ചൻ എവിടെ കിടക്കുന്നത് എന്നുള്ളത് ചോദിച്ചപ്പോഴും ഇങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ഞങ്ങളവിടെ അയ്യൂർ വരുമ്പോൾ ഇവർ രണ്ടെപ്പോഴും ഒരുമിച്ചായിരുന്നു. അപ്പോൾ എന്താ പറയുക, എനിക്കിപ്പോൾ പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല ഗൈസ്. ഇന്ന് രാവിലെ ഇതുപോലെ മഴയായിരുന്നില്ല, ഇനിയിപ്പോൾ വീണ്ടും മഴയാണ്. ഈ ഒരു മഴയത്ത് ശരിക്കും പറഞ്ഞാൽ ഞാൻ മുമ്പേ ഇരുന്നപ്പം എനിക്കും ഞാനൊരു ഉറക്കക്ഷീണത്തിൻ്റെ ഒരു ടച്ച്, ഒരു മൂഡില്ലായിരുന്നു. എനിക്കൊരു ഭയങ്കര ഇൻട്രസ്റ്റ് ഇല്ല. ഡാൻസ് റീൽ ആദ്യം ചെയ്തു, പക്ഷെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു മൂഡില്ല. പിന്നെ ഉറക്കക്ഷീണത്തിൻ്റെ ഒക്കെ ഒരു ഫീലിംഗ് വരാൻ തുടങ്ങി. അപ്പം ഞാൻ ചുമ്മാ ഇൻസ്റ്റഗ്രാം ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുക. എനിക്കാണെങ്കിൽ ഇപ്പോൾ ഉറങ്ങണമെന്നില്ല, കാരണം അമ്മ നല്ല ഉറക്കത്തിലാണ് എന്നെ തട്ടി വിളിച്ചത്. പക്ഷെ ഞാൻ കണ്ണു തുറന്നില്ല, ഞാനപ്പോൾ ഉറക്കം കണ്ടിന്യൂ ചെയ്തു. അതിന് തുടർന്ന് അത് കഴിഞ്ഞ് ഫുള്ളായിട്ട് കഴിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് കൂട്ടുമായിട്ട് ഓൾമോസ്റ്റ് ഉറക്കച്ചേടതൊക്കെ മാറി അല്ലെങ്കിൽ കുറഞ്ഞു എന്ന് തോന്നിയപ്പോഴാണ് ഞാനിന്ന് എഴുന്നേറ്റത്. അപ്പോൾ അങ്ങനെ പിന്നെ എനിക്ക് ഉറക്ക ക്ഷീണം തോന്നിയില്ല, കഴിക്കാൻ നേരത്തൊന്നും തോന്നിയില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ബാക്കിയായിട്ടായിരിക്കും എനിക്കിപ്പോൾ ഇങ്ങനെ തോന്നിയത്. പിന്നെ രാവിലത്തെ മഴയുടെ അറ്റ്മോസ്ഫിയർ കൂടെ കണ്ടപ്പം രാവിലെ തന്നെ നല്ല മഴ പെയ്യുവാണെങ്കിൽ നമുക്ക് അന്നത്തെ ദിവസം ഉണ്ടെങ്കിൽ ഭയങ്കര ഒരു നമ്മുടെ മൂഡൊക്കെ അതനുസരിച്ച് ഇച്ചിരി ഡള്ളാവാം, അല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാനെല്ലാം തോന്നാം. കാരണം മഴ നമ്മളെ സ്വാധീനിക്കും. അങ്ങനെ ആയിരിക്കുമല്ലോ, അങ്ങനെയല്ലേ? എനിക്ക് അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ മാജിക് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങളൊന്ന് പറയട്ടോ, എന്തായിരിക്കും അങ്ങനെ. ചിലർക്ക് മഴ വരുന്ന ദിവസം ഭയങ്കര സന്തോഷമായിരിക്കും. എനിക്കറിയില്ല അങ്ങനെയാണെന്നുള്ളത്, കാരണം മഴ എന്ന് പറഞ്ഞാൽ പലർക്കും പലതാണ്. ചിലർക്ക് സന്തോഷം, സങ്കടം, പ്രണയം, പല ഇമോഷൻസിലൂടെ പല വികാരങ്ങളെ എന്താ പറയുക നിയന്ത്രിക്കാൻ കഴിവുള്ള ഒരു മാന്ത്രിക ശക്തിയാണ് ഈ മഴ എന്ന് പറയുന്നത് അല്ലേ. ഞാൻ അങ്ങനെയാണ് ഇതിനെ വർണ്ണിക്കാൻ ആഗ്രഹിക്കുന്നത്. അല്ല, അങ്ങനെയാണ് എനിക്ക് കേട്ടത് ശരിയാണെങ്കിൽ, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അങ്ങനെയാണല്ലേ. അപ്പോൾ ഇത്രയുമാണ് എനിക്ക് പറയാനുള്ളത്. ഞാനീ പറഞ്ഞതൊക്കെ നിങ്ങൾ ക്ലിയർ ആയിട്ട് കേട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഇനി വീണ്ടും പറ്റുവാണെങ്കിൽ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് കണ്ടൻസ് ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ ഇടാം. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ഇതായിരിക്കും എൻ്റെ ലാസ്റ്റ് വീഡിയോ. ഇതിനുശേഷം ഇനി ഒരു പക്ഷേ കോഴിക്കോട് ചെന്നിട്ട് കാപ്പാട് ബീച്ച് കണ്ട് അതിൻ്റെ വീഡിയോ എടുക്കും. അതുകൂടെ കാണുള്ളൂ കേട്ടോ. അത് എനിക്കൊരു യൂട്യൂബ് ഷോർട്ടായിട്ടായിരിക്കും ഇടുക. ഇതുപോലെ വീഡിയോ ഇട്ടൊന്നും ആവില്ല, കാരണം അതൊരു ബീച്ചല്ലേ. അപ്പോൾ കുറച്ച് ഫോട്ടോസും ആ വീഡിയോയുടെ കൂടെ പറ്റുകയാണെങ്കിൽ എടുത്തിട്ട് ഇടാൻ നോക്കാം. ഓക്കെ, ബൈ.